സാക്ഷിമൊഴികളും സാഹചര്യങ്ങളും ഭംഗിവാക്കുകൾ മാത്രമായി പോകുന്ന കാലത്ത് ജനാധിപത്യത്തിന്റെ മറ നീക്കി ഭരണകൂടത്തിന്റെ നിറം. ആട്ടെ, വന്നത് എന്ത് കാര്യത്തിനാണെന്ന് അറിയാമോ? ദേവയാനിയെ പിടിച്ചുകൊണ്ടുപോയി രാജാവിന് സമർപ്പിക്കാൻ. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഊഹിച്ചു. ഊഹിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള സ്ഥലമല്ല കോടതി. കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഗന്ധിച്ചതും മാത്രമാണ് തെളിവ്. അവകാശത്തിന്മേൽ ആധിപത്യം കരിനിഴലാവുമ്പോൾ നീതിക്കായി ഓടിയെത്തിയ കോടതികൾ ന്യായത്തെ അന്യായമാക്കുന്ന കാലം. ഈ കോടതി മുമ്പാകെ അരുളി ചെയ്ത കാര്യകാരണങ്ങളിൽ നിന്നും 1 മുതൽ 3 വരെയുള്ള സാക്ഷികൾ രാജശാസനം ലംഘിച്ച് രാജ്യദ്രോഹം ചെയ്തതായി വെളിവാകുന്നു. 1 മുതൽ 3 വരെയുള്ള സാക്ഷികളുടെ മഹാരാജാവിനും മന്ത്രിക്കുമെതിരെയുള്ള പരാതികൾ നിരാക്ഷേപമായി നിരസിക്കുന്നു. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ സന്തോഷവും സുഗമമായ ജീവിതവും ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു പൗരന്റെയും ബാധ്യതയാണ്. ഭയം ഭരിക്കുന്ന നാളുകളെ കാണിച്ചു തരുന്ന മഹാവീര്യർ എന്ന സിനിമയുടെ വിശദീകരണവുമായി സിനിമാക്കാരൻ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 11:30.